ബോസ്, ഈ ഗൊറില്ല ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് സംസാരിക്കുന്ന ഗൊറില്ലയാണ്. ഇതിന്റെ പേര് ടിറ്റോ. ഇത് നമ്മളെ കോടീശ്വരനാക്കാൻ പോവാണ്. ഒരു പക്ഷേ ആ ഗട്ടുപട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇത് അവരെ ഇടിച്ച് ചമ്മന്തിയാക്കും. ആരെങ്കിലും എനിക്ക് വേണ്ടി ബ്ലാക്ക് കോഫി കൊണ്ടുവരൂ. വിത്ത് ഷുഗർ പ്ലീസ്. എക്സ്ക്യൂസ് മീ ഷെഫിങ്, എനിക്കിപ്പോ ജലദോഷമാണ്. അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് നോക്ക് ടിറ്റോ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ടിങ് ടോങ്, എന്റെ എക്സസൈസ് എക്യുപ്മെന്റിൽ തുരുമ്പ് പിടിക്കുന്നു. ഞാൻ അതിൽ എണ്ണ തേക്കാൻ പറഞ്ഞില്ലേ, നീ അത് ചെയ്തായിരുന്നോ? എണ്ണ തേച്ചിട്ടുണ്ട് സബ്ജി. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സബ്ജി. ഞാൻ എപ്പോഴും എന്റെ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും സബ്ജി. ടിങ് ടോങ്, ഇതിന്റെ മുകളിലും നീ എണ്ണ തേച്ചായിരുന്നോ? അതെ സബ്ജി, ഞാൻ മേലെയും താഴെയും എല്ലാവിടെയും ഓയിൽ തേച്ചു. എന്റെ ജോലി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും സബ്ജി. ഔച്ച്! ഓ സോറി കേട്ടോ, എന്റെ തെറ്റാണ്. ഞാൻ പറയണമായിരുന്നു അതിൽ തേൽക്കണ്ടെന്ന്. ഞാൻ തെറ്റിദ്ധരിക്കണ്ട സബ്ജി, എല്ലാവിടെയും തേച്ചു. എല്ലാവിടെയും ഞാൻ തേച്ചു. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന എല്ലാവിടെയും ഞാൻ തേച്ചിട്ടുണ്ട്. ഓ, ഞാൻ എന്തിനാണ് നിന്നോട് എണ്ണ തേക്കാൻ പറഞ്ഞത്? ഞാൻ എന്തിനാണ് പറഞ്ഞത്? സോറി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോത്സ്യനായ ഗൊറില്ലയെയാണ്. ജനങ്ങളോട് ഇത് എന്താ പറയുന്നതെന്ന് വരൂ പ്രേക്ഷകരെ, നമുക്ക് നേരിൽ പോയി കാണാം ഒരു ലൈവ് ടെലികാസ്റ്റിൽ. ജനങ്ങളെ, നിങ്ങൾ ഈ കിണറ്റിൽ എത്ര പണം നിക്ഷേപിച്ചാലും അതിന്റെ ഇരട്ടി പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ബാബാജി, എന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനിത് ഇട്ടോളാം. പറയൂ ഗൊറില്ല ബാബാജി. ബാബാജി, ആദ്യം ഞാൻ ഇട്ടോളാം. കാരണം എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. ഗൊറില്ല ബാബ, ഞാൻ രാവിലെ ഒരു 5,000 രൂപ ഇട്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒരു ബക്കറ്റ് വെള്ളം കോരി നോക്കൂ. പണമുണ്ടല്ലോ. ഗൊറില്ല ബാബ വിജയിക്കട്ടെ. ഞാനിട്ട പണത്തിന്റെ മേലെ എനിക്ക് ലഭിച്ചു. അതാ കണ്ടില്ലേ, ഗൊറില്ല ബാബ വിജയിക്കട്ടെ. ഞാൻ ആദ്യം പട്ടു, എനിക്ക് തോന്നുന്നത് ഇയാൾ എന്തോ തട്ടിപ്പുകാരനാണെന്നാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇയാളെ പിടിക്കേണ്ടതുണ്ട്. ബാബാജി, ഞാനിപ്പോ ഒരിക്കലും സ്വർണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കിണറ്റിലിട്ടോട്ടെ. ഞാൻ എന്റെ ആഭരണങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഇത് ഇട്ടോട്ടെ. ബാബ, ഞാൻ 10 കിലോ വെള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഇട്ടേക്കട്ടെ. ആദ്യം ഞാനാ വന്ന്, അതുകൊണ്ട് ഞാനിടും. ബാബാജി, എന്റെ പേര് മോഹൻ എന്നാ. എല്ലാവരും മാറി നിൽക്കൂ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്റെ പേര് കേട്ടാൽ എല്ലാവരും വിറയ്ക്കും. എല്ലാവരും മാറി നിൽക്ക്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തുറന്നെന്നോട് പറയൂ. എനിക്ക് തോന്നുന്നത് മൻമാനി സാർ തീർച്ചയായിട്ടും ഇവനെ പിടിച്ച് അകത്തിടുമെന്നാണ്. ഗൊറില്ല ബാബ, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50,000 രൂപയുണ്ട്. എന്റെ അടുത്ത് ആകെയുള്ള സ്വത്ത് ഇത് മാത്രമാണ്. ഞാനിത് കിണറ്റിലേക്ക് ഇടട്ടെ? പറയൂ പ്ലീസ് ബാബ. ഓ, എന്റെ മൻമാനി സാറേ, സാറും ഇയാളെയൊക്കെ വിശ്വസിക്കുകയാണോ? ഇവനെ കണ്ടാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയില്ലേ? ഒറിജിനൽ ഗൊറില്ല ഇങ്ങനെ സംസാരിക്കില്ല. ഹലോ, അവരാണ് ഗട്ടുവും ബട്ടുവും. കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ. ഫോൺ കട്ട് ചെയ്യട്ടെ.
കേൾക്കൂ, ഞാൻ ഒരു പ്രാവശ്യമേ പറയൂ, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ. ഓ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഗൊറില്ലേ, ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഉം. അതുകൊണ്ട് ഇയാളുടെ മാസ്ക് അങ്ങ് മാറ്റിയിട്ട് മുഖം കാണിക്കാൻ നോക്ക്. ധൃതി പിടിക്കില്ലേ കട്ടു, ഒന്ന് സമാധാനിക്കേ. ബട്ടുയുടെ 6th സെൻസിൽ എന്തോ പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഈ ഗൊറിയില എന്തൊക്കെ പറ്റിപ്പീരാണ് നടക്കുന്നതെന്ന് ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കും. ഈ ഗൊറിയിലയുടെ സത്യങ്ങളെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരും. പബ്ലിക് അതെല്ലാം കണ്ടു നിൽക്കും. ഡ്രംസ് അടിക്കൂ. ഞങ്ങൾ ഗോറില്ലകൾ യുദ്ധത്തിന് മുൻപ് ഡാൻസ് ചെയ്യും. ആദ്യം ഞാൻ ഡാൻസ് ചെയ്യും, പിന്നെ ശത്രുക്കളെ പന്ത് പോലെ അടിക്കും. അവരുടെ കഥ ഞാൻ കഴിക്കും. ബട്ടു, നിന്റെ 6th സെൻസ് എന്താ പറയുന്നത്? ബട്ടുയുടെ 6th സെൻസ് ചീത്ത പറയുന്നു. കട്ടു ഇതൊക്കെ പോയി വിശ്വസിക്കുന്നല്ലോ എന്ന്. ഇത് തീർച്ചയായിട്ടും ഗോറില ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഗോറില എന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവനൊന്നിനും കൊള്ളാത്തൊരു പീസാണ്. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയാലോ. നീ ഡാൻസ് കളിക്കേ, ഞാനും ഡാൻസ് കളിക്കാം. വാ വാ, എനിക്ക് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. വാ, വന്ന് ഡാൻസ് മതി, നിർത്തൂ. നിങ്ങൾ ഇവിടെ എന്താ കല്യാണത്തിന് വന്നതാണോ? എല്ലാവരും ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു. നീ അവനെ നോക്കിക്കോ. ബട്ടൂന് ഇപ്പൊ താഴെ വരാൻ പറ്റില്ല. ഞാൻ പോയി. നോക്കൂ, ഞാൻ സമാധാനമാണ് കാക്ഷിക്കുന്നത്. പക്ഷെ ഈ കട്ടുപട്ടു എന്നെ ശല്യം ചെയ്യുന്നു. ഇവരെ പിടിച്ച് ആര് കിണറ്റിലിടുന്നു അവർക്ക് 4 മടങ്ങ് അധികം കിട്ടും. 4 മടങ്ങ് അധികം കിട്ടുമോ? അപ്പൊ ഞാനാണ് അയാളെ വലിച്ചറിയാ. അവിടെ നിൽക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്. ഹാൻഡ്സ് അപ്പ്. ഓടാൻ ശ്രമിച്ചാൽ വെടിവെച്ച് കൊല്ലും ഞാൻ. ഓടരുത്. ഇയാളെന്താ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? വേണ്ട, ഹെൽപ്പ് ഹെൽപ്പ്, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. അവരെ രണ്ടുപേരെയും വിടരുത്. രണ്ടുപേരെയും കിണറ്റിലിടൂ. ഗൊറില്ല ബാബ, അവരെ രണ്ടുപേരെയും ഞാൻ ആ കിണറ്റിലിടാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ എന്റെ പൈസയുടെ 4 മടങ്ങ് കിട്ടണം കേട്ടോ. വേണ്ട വേണ്ട, ഞങ്ങള് ഒന്നും പറയില്ല. ഞങ്ങളെ താഴെ കിടല്ലേ. വേണ്ട, ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. അവരെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. താങ്ക് യു ഡോക്ടർ പ്രൊഫസർ. പക്ഷേ ഇത് എന്ത് ടൈപ്പ് ഓഫ് മേഘമാണ്? ഇതെന്റെ ക്ലൗഡ് കാറാണ്. ഇതിൽ പോവാൻ നല്ല സുഖമാണ്. ഇത് വെറും ഒരു ട്രയൽ ഡ്രൈവ് ആണ്. പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഓടി വരുമല്ലോ. പേടിക്കണ്ട. പ്രൊഫസർ സാറേ, കുറച്ചൊന്ന് മുകളിലേക്ക് എടുക്ക്, അല്ലെങ്കിൽ ഇവര് ജമ്പ് ചെയ്ത് നമ്മളെ പിടിക്കും. ഓക്കെ ഓക്കെ, ഞാൻ ശ്രമിച്ചു നോക്കാം. ഇന്നാണിത് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. ആ ഗട്ടു ബട്ടൂണ് നീ എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണെന്ന്. അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? സിംഹം സംസാരിക്കുമ്പോ എലികൾ മിണ്ടാൻ പാടില്ല. വായ അടച്ചിട്ടിരിക്കണം. ഷേർ സിംഗ്, ഒരു കർച്ചീഫ് കിട്ടോ? അതിനെന്താ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ തരും. വേണ്ട വേണ്ട, തുമ്മല്ലേ തുമ്മല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാം.
ആരാ നീ എവിടുന്ന പെട്ടെന്ന് വന്നത്? ഓഹോ, വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. ഷേർ സിംഗ്, നിനക്കെന്താ ഇവിടെ പണി? എടാ, ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെടാ. എനിക്ക് തോന്നുന്നത് മെഷീൻ എന്തോ തകരാറ് പറ്റിയെന്നാണ്. എന്താ പ്രൊഫസർ ഇത്? നിങ്ങളുടെ വണ്ടിയിൽ ബാക്കപ്പ് പവർ ഇല്ലേ? മേക്കപ്പ് പവറൊക്കെ വിട്ട് കളയൂ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലെഗ് പവറിനെ വിശ്വസിക്കൂ. ചാടി രക്ഷപ്പെട്ടോളൂ. ഇതുപോലെ